വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം പോളിംഗ് തടസ്സപ്പെട്ട പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 132-ാം ബൂത്തിൽ വോട്ടിംഗ് പുനരാരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടത്. പിന്നീട് യന്ത്രത്തിൻ്റെ ബാറ്ററി മാറിയ ശേഷമാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. 982 വോട്ടർമാരുള്ള ബൂത്തിൽ 429 പേർ വോട്ട് ചെയ്തതിന് ശേഷമാണ് മെഷീൻ തകരാറിലായത്. ഈ സമയം നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാൻ കാത്തുനിന്നിരുന്നു. ഇതിനിടയിൽ ഏതാനും പേർ മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വേനൽ ചൂടിനെ വെല്ലുന്ന വോട്ട് ആവേശമാണ് എങ്ങും കാണാൻ കഴിയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ പോളിംഗ് ഏതാണ്ട് പകുതി സമയം പിന്നിടുമ്പോൾ 50%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടിംഗ് എല്ലായിടത്തും സമാധാനപരമായി തന്നെ മുന്നേറുകയാണ്. എന്നാൽ അതേസമയം പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 132-ാം ബൂത്തിൽ പോളിംഗ് മെഷീൻ തകരാറിലായത് ഏതാണ്ട് അരമണിക്കൂറിലേറെ സമയം വോട്ടിംഗ് തടസ്സപ്പെടുത്തി. ആ വാർത്തയറിഞ്ഞാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ നിരവധി പേർ ക്യൂവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നിരവധി വോട്ടർമാർ മടങ്ങിപ്പോയി എന്നാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ അധികൃതരെത്തി ബാറ്ററി മാറ്റി വോട്ടിംഗ് മെഷീൻ്റെ യന്ത്ര തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മടങ്ങിപ്പോയ വോട്ടർമാരടക്കം മുഴുവൻ വോട്ടർമാരും തിരികെ എത്തി വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വൈകിട്ട് 6 മണിക്കാണ് പോളിംഗ് അവസാനിക്കുന്ന സമയം. 6 മണിക്കും ക്യൂവിലുള്ള അവസാന വോട്ടർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നൽകും എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ ആവേശത്തോടെയാണ് പുതുക്കാട് മണ്ഡലത്തിലും വോട്ടെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുന്നത്. 50%-ലധികം പേർ ഈ സമയത്ത് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.